ശൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് ശൗൽ. പക്ഷെ ദൈവം ശൗലിനെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ശൗലിനെ ദൈവം വിളിച്ച ശമൂവേൽ പ്രവാചകന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ തലയിൽ ഒരു അഭിഷേകം പകരണം. പ്രതീക്ഷിക്കാത്തൊരു അഭിഷേകം ആരുടെ തലയിൽ വീണു? ശൗലിൻ്റെ തലയിൽ വീണു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത അഭിഷേകമാണ് ദൈവം നമ്മുടെ മേലൊക്കെ പകരുന്നത്. വന്നതെന്തിനാ? നഷ്ടം നികത്താനാ. പക്ഷെ കിട്ടിയതെന്താ? അഭിഷേകമാണ്. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. നഷ്ടം നികത്താൻ വന്ന ചിലരൊക്കെ ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പറയും കടഭാരം മാറാനാ. പക്ഷെ കടഭാരം മാറിയോ? ഇല്ല. പിന്നെ എന്ത് കിട്ടി? അഭിഷേകം കിട്ടി. വന്നതെന്തിനാ? രോഗം മാറാനാ. ചിലപ്പോൾ ചോദിച്ചു നോക്കണം, രോഗം മാറിയോ? പൂർണ്ണമായിട്ടില്ല. പിന്നെ എന്നാ കിട്ടി? അഭിഷേകം കിട്ടി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ചില കാരണങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം നിങ്ങളെ അടുപ്പിച്ചു കൊണ്ടുവരും. എന്തിനെന്നറിയാമോ? ദൈവത്തിന് നിൻ്റെ മേൽ പകരാനൊരു ദൈവകൃപയുണ്ട്. ഇന്ന് ഈ ഞായറാഴ്ചയുടെ പകലിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ പകരാനുണ്ട്. അത് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഒന്ന് അഭിഷേകം പകർന്നു. അഭിഷേകം പകർന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അഭിഷേകം പകർന്ന പ്രവാചകൻ പറയുന്നു, ഇനി നിന്റെ മേൽ വരാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ഇടയ്ക്ക് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, അഭിഷേകവും ആത്മാവും ഒന്നല്ല രണ്ടാണെന്ന്. അല്ലേ? അത് കേട്ടവർ കാണും, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മെസ്സേജ് ഉണ്ട്. ഈ ഭാഗത്തിൽ അത് തന്നെ പറയുന്നു, അഭിഷേകവും ആത്മാവും ഒന്നല്ല രണ്ടാണ്. അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൈലക്കൊമ്പിലെ തൈലമെടുത്ത് തലയുടെ മേൽ വീഴ്ത്തുക. ഇതിനെയാണ് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്നത് മേലല്ല, അകത്തു വരുന്ന സാധനമാണ്. ഹല്ലേലൂയ. ഞാൻ ഇനി നിങ്ങളോട് പറയാം. ഇനി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ, പുതുതായി കേട്ടവർ, ഈ മെസ്സേജ് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശേഷം വന്ന വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, അഭിഷേകവും ആത്മാവും എന്ന് പറയുന്നത് രണ്ടാണ്. ഈ ശൗലിൻ്റെ മിറപ്പേൽ ആദ്യം വീണത് അഭിഷേകമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നീ തിരിച്ചു പോകുമ്പോൾ ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ അവിടം വിട്ട് പിരിയുമ്പോൾ ബൈബിൾ പറഞ്ഞു, അവന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുത്തു. അല്ലേ? എന്ത് കൊടുത്തെന്ന് പറഞ്ഞു? പുതിയ ഹൃദയം കൊടുത്തു. എന്തിനാണ് പുതിയ ഹൃദയം കൊടുത്തത്? ഈ ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വസിക്കുന്നേ? ഹൃദയത്തിനകത്താ. ശരീരത്തിലല്ല വസിക്കുന്നത്. പിന്നെ എവിടാ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് എവിടെ? യോവേൽ പ്രവചനത്തിലൊരു യോവേൽ പ്രവചിച്ചിട്ടുണ്ട്, അന്ത്യകാലഘട്ടത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് കൈ പകരുമെന്നോ കാലേ പകരുമെന്നോ അല്ല ഇതിൻ്റെ ആശയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരുന്നത് എവിടെ എന്നറിയാമോ? കയ്യിലും കാലിലും അസ്ഥിയിലും ഒന്നുമല്ല. യഥാർത്ഥമായി നിക്ഷേപിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹൃദയത്തിനകത്താ. സംശയമുണ്ടെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ സംശയം മാറിക്കിട്ടും. ഇത് പകരുന്നത് ജഡത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം തലയുടെ മുകളിൽ ചുമന്നുകൊണ്ട് പോകാനെന്നല്ല, നിന്റെ അകത്താണ് പകരുന്നത്. റോമർ 5 അതിൻ്റെ 5 ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് ദൈവാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുക. ഇത് പകരുന്നത് പോക്കറ്റിലല്ല, ഇത് പകരുന്നത് പാത്രത്തിലല്ല, ഇത് പകരുന്നത് തലമേലെന്നല്ല, ഇത് പകർന്നത് ഹൃദയത്തിൻ്റെ അകത്താ. ഞാനിനി ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നത് എവിടെയാണ്? ഹൃദയത്തിനകത്ത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ ഒരു പ്രസ്താവന ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് എന്ത് ചെയ്യത്തില്ല? പകരുകയില്ല. പകർന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചവരോട് യേശു പറഞ്ഞു, പകരുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. വീഞ്ഞ് ഒഴുകും, തുരുത്തി പൊളിയും.
തമ്പുരാൻ പറഞ്ഞു ചിലത് പൊളിയാൻ കാരണമാകും, അതുകൊണ്ട് സ്വർഗം പറയുക തുരുത്തി നല്ലതാണെങ്കിൽ പകരുന്ന വീഞ്ഞതിനകത്ത് നിലനിൽക്കുക. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളുടെ ഹൃദയം നല്ലതാണെങ്കിൽ നിന്റെ അകത്ത് പകരുന്ന പരിശുദ്ധാത്മാവ് അത് നിലനിൽക്കും, നിലനിൽക്കും, നിലനിൽക്കും. വൈഡമാന അത്യുന്ന രക്ഷസ്കമന ഘടക ഷൈഡൽ പ്രൗഢിബിരി ഘടകസേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം നല്ലതാണെങ്കിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആമേൻ. അപ്പൊ ഇത് പകരുന്നത് എവിടെയാണ്? ഹൃദയത്തിനകത്ത്, അല്ലേ? ഹൃദയത്തിനകത്ത്. അപ്പൊ ഹൃദയത്തിനകത്തല്ലേ പരിശുദ്ധാത്മാവ് പകരുന്നത് ചോദിച്ചാൽ ഹൃദയത്തിനകത്താണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. ആമേൻ. ഇനി ഈ ഹൃദയം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഹൃദയം നന്നായിരിക്കണം. ഇനി ശൗലിനോട് ചോദിച്ചാൽ ശൗല് പറയും, ഞാൻ ആത്മാവ് പ്രാപിക്കുന്നതിന് മുൻപ് എനിക്ക് പുതിയ ഒരു ഹൃദയം തന്നു. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ നമുക്കൊരു പുതിയ ഹൃദയം വേണം. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ, അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പുതിയൊരു ഹൃദയം വേണം. പഴയ ഹൃദയത്തിൽ പകരാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു പുതിയ ഹൃദയത്തെ ശൗലിന് കൊടുത്തു. കാരണം പഴയ ഹൃദയത്തിൽ പകരാൻ പറ്റത്തില്ല, അത് മോശപ്പെട്ടതാണ്. അതിനകത്ത് പകരുമ്പോൾ കർത്താവ് പറയുന്നു ആ ഹൃദയത്തെ പുതുക്കണം, ആ ഹൃദയത്തിന് പുതുക്കം വരണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ വാക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തന്ന് സ്ഥിരമായൊരാത്മാവിന് എന്നിൽ പുതുക്കണമേ. ഞാൻ ഈ മെസ്സേജ് ഇതിനകത്ത് പറയുമ്പോൾ നല്ലൊരു ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിച്ച കർത്താവിൻ്റെ ആത്മാവിനെ ചുമക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ നിന്റെ ഹൃദയത്തെ പുതുക്കാൻ, നിന്റെ ഹൃദയത്തെ പുതുക്കാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്. അവനാ പുതുക്കുന്നത്, അവനാ ചിലതിന് പുതുക്കുന്നത്, അവനാ ചിലതിനെ പണിയുന്നത്. ഇന്ന് പകൽ ആത്മാവ് ശക്തമായി പറയുന്നു പുതിയൊരു ഹൃദയത്തെ നിന്റെ ഉള്ളിൽ പകരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ചൂടാമാന ഹത്തന റിഗൽ കമന ഘടക ശന്തൽ പ്രൗഢിബീരി ഘടക രക്ഷസ് കമന ഘടകസി. ഹല്ലേലൂയ. ആമേൻ. നല്ല ഹൃദയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്ത് ഇരിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല ഹൃദയമാണെങ്കിൽ ഈ സാധനം അകത്ത് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പുതിയ ഹൃദയം വേണം. എന്ത് വേണമെന്ന് പറഞ്ഞു? പുതിയ ഹൃദയം. എല്ലാവർക്കും പുതിയ ഹൃദയം ഉണ്ടോ? ഇനിയിപ്പോൾ ഞാൻ കിംസ് ആശുപത്രി പോകാൻ പാടില്ല, അവിടെയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. പോണ്ട, ഇത് അതല്ല ഞാൻ ഉദ്ദേശിച്ച്. നിങ്ങളുടെ ഈ സാധനത്തെ ഒന്നുകൂടെ ഒന്ന് കഴുകി ശുദ്ധിയാക്കിയാൽ മതി. ഹല്ലേലൂയ. ഈ സംഭവത്തെ ഒന്നുകൂടെ കഴുകി എന്ത് ചെയ്താൽ മതി? ശുദ്ധിയാക്കിയാൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ കിംസ് ആശുപത്രിയിലൊന്നും പോണ്ട, നിംസിലും പോണ്ട. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, പുതിയൊരു ഹൃദയം വേണമെന്ന് താല്പര്യമുണ്ടോ? നിന്റെ ഹൃദയത്തെ പുതിയതാക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. എങ്ങനെ നിന്റെ ഹൃദയം പുതിയതാക്കാം? ആമേൻ. ഈ ഹാർട്ടിനെ എടുത്തു കളഞ്ഞിട്ട് വേറെ ഹാർട്ട് വയ്ക്കുകയല്ല. ആമേൻ. പ്രവാചകന്മാരും അഭിഷിക്തന്മാരും ദൈവത്തോട് ചോദിച്ചോ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ വയ്ക്കണം. അപ്പൊ എന്തെങ്കിലും കേടുപറ്റിയാൽ അതിനെ നിർമ്മലീകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ മലിനത മാറ്റിക്കളയാൻ ദൈവത്തിന് കഴിയും. കഴിവുള്ള ദൈവത്തോട് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തെ ദൈവം പണിയും. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ചില നല്ല ഹൃദയത്തെ നിന്റെ അകത്ത് നിക്ഷേപിക്കാൻ. നല്ല ഹൃദയം നിന്റെ അകത്ത് വന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വസിക്കും. യേശുവിന്റെ നാമത്തിൽ ജയ, യേശുവിന്റെ നാമത്തിൽ ജയ. ഹല്ലേലൂയ. ആമേൻ. നല്ല ഹൃദയം. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നല്ല ഹൃദയമാണെങ്കിലേ പരിശുദ്ധാത്മാവ് എന്നും നിൽക്കത്തുള്ളൂ. ചില ഹൃദയങ്ങൾ നല്ലതല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നും പോയും നിൽക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കൈവക്കുകയില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കാര്യം എന്നാ? ഹൃദയം നല്ലതല്ല. ചെറിയ ഉപദേശമൊക്കെ എൻ്റെ അകത്തുണ്ട്. ഈ ഞായറാഴ്ചയിൽ ഉപദേശത്തിലൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുവാണ്. ആരും പണങ്ങണ്ട. ഗ്ലോറി ജീസസ്. ആമേൻ. അല്ലേ? നല്ല ഹൃദയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇരിക്കും. ഈ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവും. നിങ്ങൾ
കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ആരാധനയ്ക്ക് രാവിലെ വരുമ്പോൾ നല്ല ഹൃദയമായിട്ട് വരും, പിന്നെ ഭയങ്കര അഭിഷേകമായിരിക്കും. ഇവിടെ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹൃദയം അങ്ങ് മാറും, പിന്നെ 6 ദിവസം അഭിഷേകവും ഇല്ല. ഇത് വന്നും പോയി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയൊക്കെ പോയല്ലോ. ഇതിന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതെ അല്ലേ? വെള്ളിയാഴ്ച ഭയങ്കര അഭിഷേകമാണ്, പക്ഷെ വീട്ടിൽ പോയി എല്ലാം പോവുക. കാര്യം ഇത് വന്നും പോയി നിൽക്കുക. കാര്യം എന്നാ? ഹൃദയത്തിനകത്ത് സാധനത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു സ്വതന്ത്രം പറയിപ്പിച്ച് പോകും. അതെ, നല്ലത്. ആമേൻ. ഞാൻ അവിടെ ഇത് എന്നാ പറഞ്ഞ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കൊണ്ട് തരണ്ടേ? അവരെ മാത്രം നമ്മളിങ്ങനെ പറഞ്ഞിട്ടിരുന്നാൽ മതിയോ? പോരാ, നമ്മളും ശരിയാവണ്ടേ? പരിശുദ്ധാത്മ വന്നും പോയി നിൽക്കാനുള്ള സാധനമല്ല, അത് നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് വസിക്കേണ്ടേ. നിന്റെ ഹൃദയം നന്നാകട്ടെ. വരുന്നതിന് പരിശുദ്ധാത്മാവിന് തടസ്സമൊന്നുമില്ല. നല്ല ഹൃദയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നും നമ്മുടെ അകത്ത് വസിക്കണമെന്നാണ്. അല്ലാതെ 2 മണിക്കൂറത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നീ മേളിൽ പോയി അടുത്ത ഞായറാഴ്ച വിളിക്കുക, എനിക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ചിലർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഭിഷേകവും കാണത്തില്ല, പ്രാർത്ഥനയില്ല, അഭിഷേകമില്ല, പാട്ടില്ല, ആരാധനയില്ല. വീട്ടിൽ ചെന്നാൽ പിന്നെ അവർ വേറെ ലോകമാണ്. ചർച്ചയിൽ വരുമ്പോൾ വേറെ ലോകം. ഈ പരിപാടി അങ്ങ് നിർത്തിയിട്ട് ഹൃദയത്തെ ഒന്ന് പുതുക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആരാധന നിന്റെ വീട്ടിൽ കാണും, ഇവിടുത്തെ സാന്നിധ്യം നിന്റെ വീട്ടിൽ വരും. ഇവിടുത്തെ മഹത്വം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വരും, ഇവിടുത്തെ അനുഭവം നിന്റെ വീട്ടിൽ വരും. വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ ആ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊട. ദൈവാത്മാവ് ഇന്ന് പകൽ നിന്റെ അകത്ത് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് കേടുണ്ടാകരുത്, ഹൃദയത്തിനകത്ത് പാപം വരല്ല, ഹൃദയത്തിനകത്ത് വേണ്ടാത്തത് വരരുത്. ഇത് വന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരും, പക്ഷെ ആരോടും ചോദിക്കാതെ സാധനം ഇറങ്ങിപ്പോകും. എങ്ങനെ? പാപം ചെയ്താൽ ഇറങ്ങിപ്പോ. പാപം ചെയ്ത് ഇറങ്ങിപ്പോവോ? നിങ്ങൾ പറ. പോവും. ബൈബിളിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 51 ചരിത്രം നിങ്ങൾക്കറിയോ? ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുവാണ്. സങ്കീർത്തനം 51 ചരിത്രം അത് എഴുതിയത് ദാവീദാണ്. എഴുതാനൊരു കാരണമുണ്ട്. ദാവീദിനെ ആദ്യം ദൈവം അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നെന്ന് ദാവീദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അല്ലേ? ദാവീദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ അഭിഷേകവും ആത്മാവും ഉള്ള ദാവീദ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് രാജാവായിട്ട് പുള്ളി ജീവിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പാത്രത്തിനകത്തൊരു കരട് കയറി എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊരു ചിന്ത ഹൃദയത്തിനകത്ത് വന്നു. ആരുടെ? ദാവീദിന്റെ. എന്നാ ചിന്ത എന്നറിയാമോ? ആമേൻ. താന് ഊരിയാവിൻ്റെ വീട്ടിലേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ മനം മയക്കി. താനങ്ങ് ആ ഊരിയാവിൻ്റെ ഭാര്യയിൽ ആകൃഷ്ടനായിട്ട് വചനം പറയുന്നു, എങ്ങനെയെങ്കിലും ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കണം. ശ്രദ്ധിക്കുക, ഈ ദാവീദ് അതിനുവേണ്ടി ചെയ്തൊരു പണിയുണ്ട്. ആമേൻ. എന്നാ പയ്യനെന്നറിയാമോ? ആ സമയത്ത് യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് ഊരിയാവ് പടയാളിയാണ്. ഊരിയാവിനെ പടക്കളത്തിലേക്ക് നിർത്തുമ്പോൾ ബൈബിൾ പറയുന്നു, ആമേൻ, പടത്തലവനോട് പറഞ്ഞു ഊരിയാവിനെ ഫ്രണ്ടിൽ പടയ്ക്ക് നിർത്തണം. ഈ കേട്ടവരെന്നാ ചിന്തിച്ചേ? പുള്ളിക്ക് പ്രമോഷൻ കിട്ടിയെന്ന്. പറഞ്ഞില്ലല്ലോ അല്ലേ? കേട്ട പടയാളികളും ഒക്കെ ചിന്തിച്ചു, ഊരിയാവിന് പ്രമോഷൻ കിട്ടി. ഈ പ്രമോഷൻ ഒരു കെണിയാണെന്ന് ബാക്കി ആർക്കും അറിയത്തില്ല. കാരണം ഈ കത്തിൻ്റെ ഉള്ളടക്കം പടത്തലവൻ അറിയാം, പക്ഷെ ഈ കാരണം പടത്തലവൻ അറിയത്തില്ല. ആമേൻ. രഹസ്യമായി പുള്ളി ഒരു പാപം ചെയ്തു. പാപം ചെയ്യുന്നൊക്കെ എങ്ങനെ? പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ? നിങ്ങൾ മിണ്ടൂലെന്ന് എനിക്കറിയാം.
പരസ്യമായി കള്ളു കുടിക്കുന്നവരുണ്ട്, അത് പരസ്യമായി ചെയ്തോട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ പാവമല്ല എങ്ങനെ ആയിരിക്കും? ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞതിനായി സ്തോത്രം, ഗ്ലോറി. കാരണം ഇവർ കേൾക്കണം, ഇവരെല്ലാം കേൾക്കണം. ബാക്കി ആരും പറയില്ല. ഒരാളെങ്കിലും ഉണ്ടല്ലോ പറയാം. സ്തോത്രം ബ്രദറെ. ആമേൻ. രക്ഷിക്കപ്പെടുന്നവനും സ്നാനപ്പെട്ടവനും ഒക്കെ പരസ്യമായി പാപം ചെയ്തില്ല, അവൻ്റെ പാപമല്ല, രഹസ്യമായിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് രഹസ്യമായി പാപം ചെയ്തത്. അപ്പച്ചന് സ്തോത്രം പറയും, നിങ്ങൾ സ്തോത്രം പറയും. ഞാൻ ഇപ്പം ചോദിക്കുന്നത് സ്തോത്രം കുറച്ചുകൂടെ കഴിയട്ടെ. ഹല്ലേലൂയ. അവിടെ അങ്ങനെ ആയിരുന്നു. പിന്നെ അവസാനം അവർ പറഞ്ഞ് മടുത്ത്, ഞങ്ങൾ മടുത്തു പാസ് എത്തിയിട്ട് പോകുമെന്ന് ചോദിച്ചു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങി പോകുന്നു, പോട്ടെ. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടുന്ന വ്യക്തിയുടെ പാപം പരസ്യമല്ല, പിന്നെ രഹസ്യം. ദാവീദിന്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ദാവീദിന്റെ മേൽ ആത്മാവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വലിയ പാട്ടുകാരനാണ്, അവൻ പാടിയ ഭൂതം പോകുമെന്നും അറിയാം. അവൻ നല്ലൊരു അഭിഷിക്തനാണെന്നറിയാം. അടുത്തെന്നാ സംഭവിച്ചേ? പുള്ളി രഹസ്യമായിട്ടൊരു പാപം ചെയ്തു. കത്തെഴുതി പടത്തലവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഊരി അവനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തുക. എന്നാ തന്നെ പ്രശ്നം? പുള്ളിയുടെ മനസ്സിനകത്തൊരു ചിന്ത വന്നു, എനിക്ക് ഊരിയാവിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കണം. ബർശേബ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ പറ. അതും പറയില്ല നിങ്ങൾ. കല്യാണം കഴിക്കുന്നത് തെറ്റല്ല, പിന്നെ കണ്ടവൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് തെറ്റാ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ഹല്ലേലൂയ. അത് പറയണ്ടേ? ഞാൻ പറയണ്ടേ ബ്രദറെ? ഇന്നത്തെ ലോകം അതായത് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, പിന്നെ കണ്ടോണ്ട് ഭാര്യ എന്ത് ചെയ്യരുത്? കല്യാണം കഴിക്കാൻ നമ്മൾ, അതാണ് ഇവിടുത്തെ തെറ്റ്. ദാവീദ് എന്ത് ചെയ്തു? ഈ ഊരിയാവിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളിക്കൊരു പ്രമോഷൻ കൊടുത്തു. പുറകിൽ നിന്ന് ഓരോരുത്തരുടെ സ്ഥാനത്തിനൊത്ത വണ്ണം, അവർ കഴിവിനൊത്ത വണ്ണം യുദ്ധകളത്തിൽ നിർത്തുന്നത്. അന്നേരം ദാവീദ് പറഞ്ഞു, അവനൊരു പ്രമോഷൻ കൊടുത്തേരാ. ഫ്രണ്ടിൽ പിടിച്ചെന്ന്. പുള്ളി വിചാരിച്ചു എനിക്ക് പ്രമോഷനാണ്. ഇതെവിടെ ഉള്ള പ്രമോഷനാണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള പ്രമോഷനായിരുന്നു. ആമേ. പുള്ളി ഫ്രണ്ടിൽ നിന്നോ. ഈ ശത്രുക്കളൊന്നും എന്ത് ചെയ്തു? ഈ ഊരിയാവനെ കൊന്നു കളഞ്ഞു. അന്നത്തെ വൈകുന്നേരത്തെ വാർത്ത, ഇന്നത്തെ യുദ്ധത്തിൽ 50 പേര് ചത്തു. പക്ഷെ ദാവീദിന് അതൊന്നും അല്ല വിഷയം. ചത്തവരുടെ എണ്ണത്തിൻ്റെ പേര് പറ. ദാവീദിൻ്റെ പല പേരുകളും കേട്ടു, അതിലൊന്നും ദാവീദ് തൃപ്തനല്ല. അവസാനത്തെ പേര് ഊരിയാവും മരിച്ചു. ആശ്വാസം. കാരണം പുള്ളി അതിനാ കാത്തിരുന്നേ. ഇനി ഒരു കള്ളക്കണ്ണീരൊക്കെ പുള്ളിയുടെ കണ്ണീർ നിന്ന് വന്നു. അയ്യോ, എങ്കിലും എൻ്റെ ഊരിയാവും ചത്തുപോയല്ലോ. അഭിഷേകവും കൃപയും ഒക്കെ മൂടി വച്ചിട്ട് ഹല്ലേലൂയ. കള്ളക്കണ്ണീര് വരുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വരല്ലേ. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ആഹാ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഇതെല്ലാം മൂടി വെച്ചൊരു കള്ളക്കണ്ണീർ, എൻ്റെ ഊരിയാവ് മരിച്ചുപോയി, എൻ്റെ ഊരിയാവ് ചത്തുപോയി എന്ന് പറഞ്ഞൊരു കരച്ചിലാ. എല്ലാം കരഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പുള്ളി ബാക്കി ജവാന്മാരുടെ വീടുകൾക്കൊന്നും നഷ്ടപരിഹാരം കൊടുത്തില്ല. പക്ഷെ ഊരിയാവിൻ്റെ വീട്ടിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പുള്ളിക്കൊരു വെമ്പല. ആ വെമ്പലാണ് പാപം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ഊരിയാവിൻ്റെ വീട്ടിൽ ഈ രാജ്യത്ത് ഭൃത്യന്മാർ അയച്ചു വെച്ചു, അപ്പാ ആ ഊരിയാവിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോ, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവിടെ നോക്കിയപ്പോൾ പറഞ്ഞു, ഊരിയാവിൻ്റെ ഭാര്യയുണ്ട്. പുള്ളി പറഞ്ഞു, ആ കുടുംബത്തെ ഞാൻ ഇങ്ങ് ഏറ്റെടുക്കുക. എന്തിന്? അവിടെയാണല്ലോ ഇവൻ്റെ പാപം. ശ്രദ്ധിക്കണേ. ബർശേബയെ കൊണ്ട് തൻ്റെ രാജകൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ച് തൻ്റെ ഭാര്യയാക്കി അവൻ ജീവിക്കുക. പുള്ളി വിചാരിച്ചു ആരും അറിയാത്ത രഹസ്യ പാപം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആരും അറിയാത്ത രഹസ്യ പാപം. ഈ രഹസ്യ പാപം കൊണ്ട് പുള്ളി സന്തോഷത്തോടെ ജീവിക്കുക. പുറത്ത് അഭിഷേകമുണ്ട്, അകത്ത് ആത്മാവുണ്ട്, ഒരു സൈഡിൽ രഹസ്യ പാപവുമുണ്ട്. ഹല്ലേലൂയ. ആർക്കെങ്കിലും വേദന വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കയ്യും പൊങ്ങൂല, വായും പൊങ്ങൂല. രഹസ്യഭാവം. ആമേൻ. ഇച്ചിരിയുടെ കഴിയുമ്പോൾ ചില ശരിയായിക്കോളും, ഇത് തീരട്ടെ. രഹസ്യഭാവം. ആമേൻ. അപ്പോൾ പുള്ളി രഹസ്യഭാവം ചെയ്തപ്പോൾ ഒരു ദിവസം വീട് വിസിറ്റ് ചെയ്യാൻ പ്രവാചകൻ വരുന്നു. ഏത് വീട് വിസിറ്റ് ചെയ്യാൻ? ദാവീദിൻ്റെ വീട് വിസിറ്റ് ചെയ്യാൻ. ദാവീദിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ കാലുമേ കാലക്കെട്ടിരിക്കുക. നാഥാം പ്രവാചകൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞ പ്രൈസലോട് പറഞ്ഞു. ആമേൻ. നാഥാം പ്രവാചകനും ഒരു പ്രൈസലോടൊക്കെ പറഞ്ഞു.
എന്നിട്ട് 4-ാം പ്രവാചകൻ പറഞ്ഞു, ഇന്ന് പ്രാർത്ഥനയല്ല, ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവാ. ആമേൻ. ദാവീദിനോട് പറഞ്ഞു, എനിക്ക് പ്രവചിക്കാനോ പാട്ടുപാടാനോ ഒന്നും പ്രേരണയില്ല, ഇന്ന് നിനക്ക് വേണ്ടി ഒരു കഥ പറയാൻ പോവുക. പുള്ളി വെച്ച സൺഡേ സ്കൂളിൻ്റെ കഥയായിരിക്കും ഇന്ന്. ആമേൻ. ദാവീദ് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ 4-ാം പ്രവാചകൻ നിന്നിട്ട് കഥ പറയാൻ തുടങ്ങി. യജമാനനെ, ഒരിടത്ത് ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ഒത്തിരി ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട്, 100 കണക്കിന് ആടുകളുണ്ട്, ദാസന്മാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാടത്തിൻ്റെ തൊട്ടപ്പുറത്തെ അതിരിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ 2 സെൻറ്റും കുടിലുമായിട്ടൊരു മനുഷ്യൻ അവിടെ ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യന് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ഒരു കുഞ്ഞാട്ടിൻ്റെ കുട്ടിയുണ്ട്. ഒരു ആട്ടിൻകുട്ടിയെ വാത്സല്യത്തോടെ വളർത്തുക. അത് ഇത്തിരി പുഷ്ടിയോടെ വളർന്നു. അത് ഈ പാവപ്പെട്ട ധനവാൻ കണ്ടു. ആമേൻ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ധനവാന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് വന്നു. വിരുന്നെന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആരൊക്കെയോ വരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ആട് വെട്ടുന്നതാണ് നല്ലത്, അല്ലേ? നമ്മളൊക്കെ ചെറിയ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മട്ടൺ മേടിച്ചു കൊടുക്കത്തില്ലേ? കൊടുക്കുമല്ലോ, അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു മട്ടൻ ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കുന്ന പോലെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ പ്രാവശ്യം ചിക്കൻ വേണ്ട, മട്ടൻ മതി. അപ്പോൾ ദാസന്മാർ ചോദിച്ചു, ഏത് മട്ടൺ പിടിക്കണം? കോലാട് വേണോ, മുട്ടനാട് വേണോ, പിന്നെ ചെമ്മരിയാട് വേണോ, ഏതാ വേണം? പുള്ളി പറഞ്ഞു, ഇവിടുത്തെ ഒന്നും വേണ്ട, ആ കുടിലിൽ ഞാനൊരു ആടിനെ കണ്ടിട്ടുണ്ട്, നീ പോയി പിടിച്ചോണ്ട് വാടാ. ഈ ആട്ടിനെ പിടിച്ചോണ്ട് വന്നപ്പോൾ ധനവാൻ പറഞ്ഞു, ഇതിനങ്ങ് വെട്ട്, അവനോട് പോവാൻ പറ. ഇതിനെ വെട്ടി എൻ്റെ വീട്ടിൽ കറി വെച്ച എനിക്കും വിരുന്നുകാർക്കും അങ്ങ് വിളമ്പ. പെട്ടെന്ന് ദാവീദിൻ്റെ അരിശം കയറി. അവൻ നമ്മളീ പറയുന്ന പോലെ പെരുവിരലീന്നെ അരിച്ചു കയറിയിട്ട് ഇരുന്ന പുള്ളിയും ഉടവാള് വലിച്ചൂരി എടുത്തിട്ട് പറഞ്ഞു, ആ നീചനെ കൊല്ലണം. 4-ാം പ്രവാചകൻ നടുങ്ങി, പക്ഷെ വിറച്ചില്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഉടവാളില്ല. പുള്ളി ആ വിരലെടുത്ത് തിരിച്ച് ചൂണ്ടി വെച്ചു പറഞ്ഞു, ആ നീചൻ നീയാ. ഹല്ലേലൂയ. ആ ദുഷ്ടൻ നീയാ. ഇത്രയും അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ ദാവീദ് ഞെട്ടിപ്പോയി. ആരും അറിയാതെ ഞാൻ ചെയ്ത രഹസ്യ പാപം എൻ്റെ ദൈവവും പ്രവാചകനും പരസ്യമായി എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞെങ്കിൽ എൻ്റെ ദൈവം സാധാരണക്കാരനല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ഹല്ലേലൂയ. ദാവീദിന് നീട് ഇൻട്രൊഡക്ഷന്റെ കാര്യമില്ലാതെ കാര്യം പിടികിട്ടി. ദാവീദിന് കാര്യം മനസ്സിലായി. നാഥാനെ, നിന്നോട് ആര് പറഞ്ഞു? നാഥൻ പറഞ്ഞു, എന്നോട് ആരെങ്കിലും പറയണോടാ? നീ ആരാധിക്കുന്ന ദൈവമാ എന്റെയും ദൈവം. നിന്റെ തലയിൽ എണ്ണ വീഴ്ത്തിയ ദൈവമാ എന്നെയും അഭിഷേകം ചെയ്തത്. നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തെ മറച്ച് നിനക്കൊരു എഴുത്തുപോലും എഴുതാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, നീ എഴുതുന്ന എഴുത്തിന്റെ ഉള്ളടക്കം പലർക്കും പിടികിട്ടിയില്ലെങ്കിൽ അതിന്റെ ആശയം വരെ തിരിച്ചറിയുവാൻ കഴിവുള്ള ദൈവമാ ഉയരത്തിലെ ദൈവം. ഓ റീമാന ശന്തൽ കമനഘടക ശൈല പ്രൗഢി വിരിഘടകസേ അത്യുന രഗൽ കമനഘടക ശന്തൽ കമനഘടകസേ. ഹല്ലേലൂയ. അതുകൊണ്ടാ സങ്കീർത്തനം 51:10 ഈ ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്. എടുത്തോ നിങ്ങൾ ആരെങ്കിലും. സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തരണം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പുള്ളിക്കൊരു പേടിയാ, എൻ്റെ ഹൃദയത്തിന് എവിടോ കേടുപറ്റി, മിക്കവാറും പരിശുദ്ധാത്മാവ് പോകും. പുള്ളി അറിഞ്ഞപാടെ നെടുമ്പാടെ വീണ് കിടന്ന് കരഞ്ഞേച്ചു പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് താ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഇന്ന് ഇതിനകത്ത് എവിടേക്കും മലിനപ്പെട്ടു പോയ ഹൃദയങ്ങള് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരുക്കട്ടെ. ചില നിർമ്മലമായ ഹൃദയങ്ങൾക്കകത്ത് എൻ്റെ ദൈവം ഇന്നൊരു പുതിയ ആത്മാവിനെ നിന്റെ അകത്ത് തരാൻ. ഓ യേശുവിന്റെ നാമത്തിൽ ജയം.
Hallelujah. Glory Jesus. Amen. അല്ലേ, രക്ഷിക്കപ്പെടാത്തവൻ പരസ്യമായി പാപം ചെയ്യുമ്പോൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവൻ രഹസ്യമായി പാപം ചെയ്യുന്നു. ഈ പാപം നമ്മൾ ചിന്തിക്കുന്നു, ആരും കണ്ടില്ല. നീ പേനയും പേപ്പറും കൊണ്ട് രഹസ്യമായി എഴുതി എഴുത്തുപോലും മേലിരുന്ന് സ്വർഗം കണ്ടിട്ട് പ്രവാചകന്റെ നാവിലൂടെ വിളിച്ചു പറയിക്കുക. ഇന്നീ ശബ്ദം നീ കേൾക്കുമ്പോൾ നിന്നോട് പറയുക ദൈവമിത്, നിന്നോട് സംസാരിക്കുക ദൈവമിത്. ദൈവം കണ്ടില്ലെന്ന് നീ ചിന്തിച്ച ദിവസങ്ങളില്ലേ, കണ്ടിരിക്കുന്നത് കൊണ്ടാ ഈ ഞായറാഴ്ചയിൽ ഈ ശബ്ദം നിന്റെ ചെവിയിലെത്തിയത്. കാമിൻ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചോ. അന്ന് പറഞ്ഞത് ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുത്. ഓ ഹല്ലേലൂയ. പാപം സംഭവിച്ചാൽ ഹൃദയം കേടാകും, ഹൃദയം കേടായാൽ പരിശുദ്ധാത്മാവ് പോകും. ശരിയല്ലേ? ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിലർക്ക് വന്നും പോയി നിൽക്കുക. വെള്ളിയാഴ്ച വരും, വൈകുന്നേരം വീട്ടിൽ പോവും. പിന്നെ ഞായറാഴ്ച രാവിലെ വരും, വൈകുന്നേരം ഈ സാധനം അങ്ങ് പോവും. പിന്നെ വല്ല 7 ദിവസം ഉപവാസം ഉണ്ടെങ്കിൽ 7 ദിവസത്തേക്ക് അങ്ങ് പിടിച്ച് നിൽക്കും. ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഹല്ലേലൂയ. ഹൃദയം നല്ലതാണെങ്കിൽ ആത്മാവ് പോവത്തില്ല. എന്തുകൊണ്ട് ഈ ശൗലിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോയി? അവൻ മന്ത്രവാദിയെ കാണാൻ പോയി. ഹൃദയത്തിനകത്ത് വേറെ വഴി വന്നാൽ ദൈവാത്മാവ് ഇറങ്ങിപ്പോകും, ആരോടും ചോദിക്കത്തില്ല. നമ്മളാണെങ്കിൽ പറയും ഞാൻ പോവാണ്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ വന്ന് പറയും ഞാൻ പോവാണ്. ഒരു 3 പ്രാവശ്യം പറയും ടാറ്റ ബൈ ബൈ, എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞിട്ടു. പരിശുദ്ധാത്മാവ് പറയും ഒന്നും മിണ്ടില്ല. പാപം വന്നു, ഞാനങ്ങ് ഇറങ്ങുക. അവൻ്റെ ഹൃദയത്തിൽ പാപം വന്നു, ഞാനങ്ങ് ഇറങ്ങുക. നീ പോലും അറിയില്ല ആത്മാവ് ഇറങ്ങിപ്പോകുന്നേ. അടുത്ത ഞായറാഴ്ച ഒന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവസാന്നിധ്യം ഇല്ലല്ലോ. എന്നാ കാര്യം? സാധനം പോയി. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കേടുപറ്റിയാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വന്നും പോയി നിൽക്കുന്ന ആത്മാവിനെ അധീനരായി നിൽക്കാനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. അതിനാ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നത്. സ്വർഗം പറയുന്നു എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. ഹല്ലേലൂയ. അല്ലേ? ഹൃദയം നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും? വസിക്കും. ഒരു ഉദാഹരണം പറയാം. യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരമാണ് പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ സ്നാനപ്പെടാൻ വേണ്ടി വന്നത്. പേര് യേശു എന്നാണ്. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനപ്പെടാൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വന്നു. ഒത്തിരി പേരെ യോഹന്നാൻ സ്നാനപ്പെടുത്തി. എന്നിട്ട് യോഹന്നാന് പ്രത്യേകിച്ച് ഒരു കാഴ്ചയും കാണാൻ പറ്റിയില്ല, വേറൊന്നും തോന്നിയില്ല. പക്ഷെ യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ യോഹന്നാൻ കണ്ട കാഴ്ച, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്ന് ആവസിക്കുന്നു. വന്നു പോയെന്നല്ല, ആവസിച്ചു. ഇനി ആവസിച്ച് തുടങ്ങിയാൽ നീ ആള് മാറും. ഓ, പരിശുദ്ധാത്മാവ് പറയുന്നു ആവസിച്ച് തുടങ്ങിയാൽ. ശൗലിനോട് പറഞ്ഞു നീ ആൾ മാറിയതുപോലെയാകും. എപ്പോഴാണോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വരുന്നത്, നീ ആള് മാറും. ആത്മാവ് ഇന്ന് പകലിൽ ശക്തമായി ഇതിനകത്ത് ചിലതോട് പറയുന്നു, നിന്റെ സ്വഭാവം മാറും, നിന്റെ വാക്കുകൾ മാറും, നിന്റെ ജീവിത രീതി മാറും, നിന്റെ നടപ്പ് മാറും. ആത്മാവ് വന്നു കഴിയുമ്പോൾ നീ ആത്മസ്വഭാവമുള്ളവനായി. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്വീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെടും. ആള് മാറും. അഭിഷിക്തനാകും, അഭിഷിക്തയാകും. നീ ആള് മാറും. യേശുവിന്റെ നാമത്തിൽ ജയ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ചുടമന ഹന്തൽ കമന ഘടക ശൈഡ പ്രൗഢി ബിരി ഘടക റീവ ലബസിയാന്തന റീഗ ക്ഷമന ഘടക ശന്തൽ കമന ഘടകസി യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആളുമാറും. എപ്പോഴാണെന്നറിയാമോ ഈ വാക്ക് ശൗലിന് കിട്ടിയത്? പ്രവാചകന്മാർ നിനക്കെതിരെ വരും, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ആള് മാറിയതുപോലെ ആകും.
ആത്മാവിന്റെ അകത്ത് വന്നാൽ നീ ആള് മാറും. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ആവസിച്ചു തുടങ്ങിയാൽ ഈ മാറ്റം തിരിച്ചു പോകത്തില്ല. ഇത് നിന്നിൽ ആവസിച്ചാൽ നിന്റെ അവസ്ഥ ഭയങ്കരമായിട്ട് മാറാൻ പോവുക. വൈഡം ശമനം ജനാധര റീഗ ശമനഘടക ശന്തൽ കമനഘടകസേ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കേണ്ട ചില ഹൃദയങ്ങൾ ഇതിനകത്ത് സ്വർഗം കാണുക, സ്വർഗം കാണുക, സ്വർഗം കാണുക. പരിശുദ്ധാത്മാവ് കാണുക, വിട്ടുപോകത്തില്ല. ഹോ യെസ്, തുറക്കുക ഹൃദയത്തെ. നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നു ആവസിക്കാൻ. ഓ ഓ ഓ, റിസീവ് റിസീവ് റിസീവ്, സ്വീകരിച്ചോ. യെസ് 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 യെസ്. റകബാഷേ റികബാസേ റിബാനാഷേ കെനിയ റിബൽ കമലഘടക വൈശസിയ. നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വരിക പ്രാവെന്ന പോലെ. യെസ് 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 യെസ്. ചിലത് ആവസിക്കാൻ വേണ്ടി വരികയാ. ഓ പിടിച്ചോ സഹോദരൻ, പിടിച്ചോ, പിടിച്ചോടെ പിടിച്ചോടെ, കുഞ്ഞുങ്ങളെ പിടിച്ചോ. ഓ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ആരുമില്ലേ? ആവസിക്കാൻ ആവസിക്കാൻ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങൾക്കകത്ത് പ്രാവിറങ്ങുന്ന പോലെ. യെസ് 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 യെസ്. റിസീവ് ദ പവർ. നിന്റെ മേൽ വരുന്നു സിസ്റ്ററെ, നിന്റെ മേൽ വരുന്നു ബ്രദറെ. ഇത് വന്നും പോകാനല്ല, നിന്റെ അകത്ത് വസിക്കാൻ. ഓ ഓ, കിടക്കട്ടെ, നിന്റെ അകത്ത് കിടക്കട്ടെ. Receive the holy power. Wow, 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 wow. Raga laba siyathana, rakshas katharibiyantana, rival proudi birigadaga. Amen. നിന്റെ അകത്ത് ചിലത് ആവസിക്കാൻ പോവുക, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കാൻ പോവുക. ഇത് വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച പോകുന്നതല്ല, ഞായറാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച ഇറങ്ങുന്നതല്ല. ഇത് 7 ദിവസവും 24 മണിക്കൂറും നിന്റെ അകത്ത് വസിക്കുന്ന ഒരു ദൈവാത്മാവ്. അങ്ങനെ സംഭവിച്ചാൽ നീ ആള് മാറും. അങ്ങനെ വസിച്ചാൽ നിന്റെ വ്യക്തിത്വം മാറും. അങ്ങനെ സംഭവിച്ചാൽ നീ ആള് മാറും. ഓ ചൂടാലാബ ശാന്തൽ കമനഘടക ശൈല പ്രൗഢിബിരി അടകന ഘടക ഋഗാധന റീവ ക്ഷമനഘടകസി. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഞായറാഴ്ചയിൽ ചില പുതിയ ഹൃദയങ്ങളോടെ പുതിയ മനുഷ്യനായി ചിലത് വെളിവരും വെളിവരും വെളിവരും. നിന്നെ മാറ്റുന്നത് ഒരു മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ ആത്മാവ്. യെസ്, അതിനുള്ള ഹൃദയത്തെ ദൈവം നിന്റെ അകത്ത് ഒരുക്കുകയാ. പുതിയ ഹൃദയത്തെ നിന്റെ അകത്ത് തരട്ടെ. ഓ ജീസസ് നെയിം. ചൂടാബാലാബ ശാന്തൽ കമനഘടക രഗദുരമനഘടക ശൈഡ പ്രൗഢിബിരിഘടകസേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയ. ആമേൻ. നിന്റെ ഹൃദയം പുതുതാക്കിയാൽ ഇറങ്ങിപ്പോകാത്ത ദൈവാത്മാവ് നിന്നിൽ വസിക്കാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് കേടുണ്ടെങ്കിൽ ആരോടും പറയത്തില്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. പിന്നെ പിടിച്ചാൽ വരികയില്ല, കിട്ടുകയില്ല, വിളിച്ചാലും വരികയില്ല. കാരണം ഹൃദയം നന്നായാലേ പിന്നെ അകത്ത് വരത്തുള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിക്കുന്നത് ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. എത്രാമത്തെ വയസ്സിൽ? 30-ാമത്തെ വയസ്സിൽ. ഇനി എപ്പോഴാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ യേശു ആള് മാറി. 30 വയസ്സുവരെ യേശുവിനെ എല്ലാവരും വിളിച്ചു തച്ചൻ കൊച്ചൻ, ആശാരി ചെറുക്കൻ. എന്നാൽ ആത്മാവ് അധിവസിച്ച സമയം മുതൽ യേശുവിനെ പലരും വിളിക്കാൻ തുടങ്ങി, ഇവൻ വൈദ്യനാ, ഇവൻ അഭിഷിക്തനാ, ഇവന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്, ഇവന്റെ സിറ്റിസൺഷിപ്പ് നസറത്തിലല്ല, ഇവൻ സ്വർഗത്തിന്റെ പുത്രൻ. ഓ, ആരൊക്കെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ സിറ്റിസൺഷിപ്പ് ഇവിടെ അല്ല, വ്യക്തിത്വം മാറും. യെസ് 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 യെസ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി ആള് മാറ്റും, വ്യക്തിത്വം മാറ്റും, സ്വഭാവം മാറ്റും. നീ ആള് മാറും.
യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 30-ാമത്തെ വയസ്സിൽ ആത്മാവ് യേശുവിന്റെ മേൽ ആവസിച്ച അന്ന് മുതൽ യേശുവിനെ പിന്നെ അറിയപ്പെടുന്ന തച്ചൻ കൊച്ചനെന്നല്ല. അത് മനസ്സിലാകാത്ത ചിലർ വിളിച്ചെന്നേ ഉള്ളൂ. അതുവരെ പറഞ്ഞത് തച്ചൻ കൊച്ചനാ. പക്ഷെ എപ്പോഴാണോ ആത്മാവ് വസിച്ചത് അന്ന് മുതൽ യേശുവിന്റെ വ്യക്തിത്വം മാറി, സ്വഭാവം മാറി. ഇല്ലായ്മ കണ്ടാൽ ചിലപ്പോൾ 30-ാമത്തെ വയസ്സ് വരെ ഇല്ലെന്ന് പറഞ്ഞു പോകും. പക്ഷെ 30-ാമത്തെ വയസ്സിൽ ആത്മാവ് അധിവസിച്ചു കഴിഞ്ഞാൽ ഇല്ലായ്മ കണ്ടാൽ കല്യാണ വീട്ടിൽ ചെന്നും പറയും, പച്ചവെള്ളം കൊണ്ടുവാ. എന്റെ മേൽ കിടക്കുന്ന ആത്മാവിന്റെ സ്വഭാവം ഈ വെള്ളത്തെ തൊട്ടാൽ അത് വ്യത്യസ്തമാകാൻ പോവുക. നിന്നെ ആത്മാവ് വസിക്കാൻ തുടങ്ങിയാൽ നീ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങളാ. ഓ, നീ ചെല്ലുന്നിടത്ത് മിറക്കിളാ. കാല് വയ്ക്കുന്നിടത്ത് ചലനങ്ങൾ. ഓ, വിശ്വസിക്കുന്നവൻ സ്വീകരിച്ചോ. നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി. Come on, come on. Yes, receive it. ചുണമരവലയന്ധന രീഗക്ഷമനഘടക വൈഡം ജനാധര രീഗക്ഷമനഘടകസി അത്യുന രകൽക്കമനഘടകസി വൈശസിയ റീവൽ പ്രൗഢിവിനിഘടകസി. എന്തോ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കാൻ തുടങ്ങിയാൽ നീ ചെല്ലുന്നത് മരണ വീടാണെങ്കിലും അതിനകത്ത് മിറക്കളുണ്ട്. ഓ, നീ നടക്കുന്നത് തെരുവിലാണെങ്കിലും അവിടെ സാക്ഷ്യം എഴുന്നേക്കും. നീ ഉറങ്ങുന്നത് പാറപ്പുറത്താണെങ്കിലും അവിടെ ചില സ്വർഗ്ഗം തുറക്കപ്പെടുന്ന അനുഭവങ്ങൾ. ഓ, യെസ് 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 യെസ്. ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആത്മാവ് അധിവസിക്കാൻ തുടങ്ങിയാൽ നീ ആളുമാറും, നീ ആളുമാറും. കല്യാണ വീട്ടിലും നിന്നെ കാണാൻ ആളുണ്ടാകും, മരണ വീട്ടിലും നിന്നെ കാണാൻ ആള് വരും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഓ, നിന്റെ അകത്ത് ആൾ മാറുന്ന ദൈവീ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ചലിക്കട്ടെ. Glory. Hallelujah. Hallelujah. ഹൃദയശുദ്ധിയുണ്ടോ? പരിശുദ്ധാത്മാവ് ആവസിക്കാൻ പോവുക, ആവസിക്കാൻ പോവുക, ആവസിക്കാൻ പോവുക. ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടോ? ആമേൻ. ദൈവത്തെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് ചോദിക്കുക, ഉണ്ടാവണം. അതാണ് നമുക്ക് വേണ്ടത്. പണ്ടൊരു മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, വലിയ കൊതിയ നിന്റെ മുഖം ഒന്ന് കാണാൻ, നിന്റെ മുഖം ഒന്ന് കാണാൻ. ഇപ്പോഴൊന്നുമല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ മക്കളെ നയിച്ച മനുഷ്യൻ മോശ. 1-2 തവണയല്ല, പലതവണ 40 ദിവസം ദൈവസന്നിധിയിൽ വെള്ളവും ഫുഡും ഇല്ലാതെ പുള്ളി ഇരുന്ന് ഉപവസിച്ചു. ദൈവ ശബ്ദം കാതോട് കാത് കേട്ട് തൻ്റെ അതിരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് മുഖം കണ്ടില്ല. കാരണം മേഘം മറയായിരുന്നു. ആ സാന്നിധ്യത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ തൻ്റെ ത്വക്കിൽ വെളിച്ചമുണ്ടായി, സ്വർണം പോലെ തിളങ്ങി. ജനത്തിൻ്റെ കണ്ണുമങ്ങുന്ന തേജസ് അവിടെ വെളിപ്പെട്ടു. ആമേൻ. അന്നും കണ്ടില്ല ദൈവത്തെ, പിന്നെയും കയറിപ്പോയി, കണ്ടില്ല. അവസാനം പുള്ളി ദൈവത്തോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. 80-ാമത്തെ വയസ്സിലേക്ക് നിൽക്കുന്ന മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? 80 വയസ്സ് കഴിഞ്ഞ മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? ദൈവമേ, എനിക്കൊരാഗ്രഹമുണ്ട്. ദൈവം ചോദിച്ചു, എന്നതാടാ? പുള്ളി പറഞ്ഞില്ല എനിക്കൊരു വീട് വേണമെന്ന്. പുള്ളി പറഞ്ഞില്ല എൻ്റെ മോനെ ഡോക്ടർ ആക്കണമെന്ന്. പുള്ളി പറഞ്ഞില്ല എൻ്റെ മോനെ എൻജിനീയർ ആക്കണമെന്ന്. ദൈവത്തോട് പറഞ്ഞ ഒറ്റ ആഗ്രഹം, ദൈവമേ, കോപിക്കല്ലേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തോ അന്തരീക്ഷങ്ങൾ മാറും ഇതിനകത്ത്. ചിലര് ദൈവത്തെ കാണാൻ പോവുക ഈ സമയം. ചുടവന ഹന്തന റികൽക്കമനഘടക ശൈലം പ്രൗഢിവിരിഘടക റക്ഷസ്കമനഘടകസേ. മറുപടി കേട്ട് ദൈവം ഞെട്ടിപ്പോയടാ, ഇന്നേ വരെ എന്നെ കാണാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല.
കാരണം എന്നെ കണ്ടാൽ മരിച്ചു പോകുമെന്ന് ജനത്തിനറിയാം. അന്നേരം മോശയുടെ ആഗ്രഹം എന്താ? മരിച്ചാലും കുഴപ്പമില്ല, കണ്ടിട്ട് മരിക്കണം. ഓ, എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലായി? ഹോരേബിന്റെ പർവ്വതത്തിന്റെ ചുവട്ടിൽ തുടരുതെന്ന് പറഞ്ഞ ദൈവം തൊട്ടാലും കുഴപ്പമില്ല, കണ്ടിട്ട് മരിക്കണമെന്ന്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ഇവിടത്തേതെല്ലാം നഷ്ടപ്പെട്ടാലും ആ മുഖത്തെ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരത്തെ പാഴാക്കരുത്. അവർ ദൈവത്തോട് ഒറ്റ ആവശ്യമുള്ളൂടാ, ഒറ്റ ആവശ്യമുള്ളൂ. എനിക്ക് ദൈവമേ നിന്റെ മുഖത്തെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, നിനക്ക് കാണാൻ പറ്റില്ല. കാരണം എന്നെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ച് നീ ഈ പർവ്വതത്തിന് താഴെ ഇറങ്ങി പോവത്തില്ല. നീ ഇവിടെ ചുരുണ്ടു വീണ് മരിച്ചു പോകും. അതുകൊണ്ട് എന്നെ കാണാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവത്തെ കാണാൻ കൊതിയുണ്ടോ? കണ്ടാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെയും കാണാൻ കൊതിക്കുന്ന ആരെങ്കിലും ഈ ഹോളിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു മോശ പറയുക, എൻ്റെ മക്കളെ കണ്ടില്ലെങ്കിലും എൻ്റെ ഭാര്യയെ കാണാൻ പറ്റില്ലെങ്കിലും എവിടെ എനിക്ക് നിന്നെ കണ്ട് പറ്റും. ഓ ഓ യെസ് 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 യെസ്. നിന്റെ ഹൃദയത്തെ സ്വർഗം കാണട്ടെ, നിന്റെ ഉള്ളത്തെ സ്വർഗം കാണുന്നു. ഒന്ന് കണ്ടാ മതി അപ്പാ, ഒന്ന് കണ്ടാ മതി. എനിക്ക് ചത്താലും കുഴപ്പമില്ല. ഇതാ മോശയുടെ മറുപടി. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയില്ലേലും കുഴപ്പമില്ല. തിരിച്ചു ചെല്ലുമ്പോൾ മക്കളോട് പറഞ്ഞിട്ടാ വന്നത്, മക്കളെ പപ്പ പോയിട്ട് വരുന്നു, എനിക്ക് പോയില്ലേലും കുഴപ്പമില്ല. ഒറ്റ കാര്യം, ഈ വരവിലെങ്കിലും എൻ്റെ അപ്പന്റെ മുഖം എനിക്കൊന്ന് കണ്ടേച്ചു പോണം. ഓ യെസ് 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 യെസ്. ഈ കൊതിയുള്ള ആരെങ്കിലും എന്നീ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പിതാക്കന്മാർക്ക് വെളിപ്പെടാത്ത മുഖം നിനക്ക് വെളിപ്പെടാം. ഓ യെസ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നോ, നീ കാണാൻ പോവുക തേജോമയനായ ക്രിസ്തു. യെസ്, നിന്റെ നടുവിൽ രാജാതി രാജാവായി കർത്താതി കർത്താവായി ഇറങ്ങി വരുന്നത് നീ കാണാം. ഓ ധാര ധാര റീവ ലാഹ മാസിയാന്തന റീഗ ക്ഷമന ഘടകസേ അത്യുന റഗൽ കമന ഘടകസേ വൈഡൽ പ്രൗഢി വിധി ഘടക വൈഡം ജനാധര റീഗ ക്ഷമന ഘടകസേ അന്തന. കാണും കാണും, നിന്റെ കണ്ണിന് തുറക്കാൻ പോവാത്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെടാൻ പോവുകയാ. മോശയോട് തമ്പുരാൻ പറഞ്ഞു, എടാ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ, നീ ഇപ്പൊ ചാകുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, ആഗ്രഹത്തെ നിവർത്തിപ്പാൻ ഞാൻ തയ്യാറാണ്. പർവ്വതങ്ങളുടെ ഇടയിൽ നിർത്തിയിട്ട ദൈവത്തിൻ്റെ കൈ കൊണ്ട് പർവ്വതത്തെ മൂടി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ഈ കൈ എടുക്കും, നീ തല നീട്ടി നോക്കിക്കോ, എന്താ കാണുന്നതെന്ന് വെച്ചാൽ നീ കണ്ടോ. അത് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ മുഖമല്ല, മറിച്ച് പുറമായിരുന്നു. അത്രയേ പിതാക്കന്മാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ക്രിസ്തു യേശുവിലൂടെ തിരശീലയെ കീറി കൃപാസനത്തിന്റെ അകത്തു കയറി ആ തേജസ്സിന്റെ വലിപ്പം കാണാൻ ഈ തലമുറയ്ക്ക് ഒരു ഭാഗ്യമുണ്ട്. ഓ, തിരിച്ചറിയുന്നുണ്ടോ? ഈ തലമുറയ്ക്ക് ലഭിച്ച ഭാഗ്യം, ഈ തലമുറയ്ക്ക് ലഭിച്ച ഭാഗ്യം ഒരു കാലത്ത് മോശയ്ക്ക് പോലും കിട്ടാതിരുന്നത് ഈ തലമുറയില് അവൻ ഞാനും നിങ്ങളും തിരശീലയ്ക്കപ്പുറം പലർക്കും കയറാനും തൊടാനും കാണാനും കഴിയാത്ത ചിലത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം തുറക്കുകയാണ്. ഓ യെസ് 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 യെസ്. പ്രഭു, ആ റെവലേഷൻ, ആ മഹത്വം നിനക്ക് വേണ്ടി തുറക്കട്ടെ. ഓ ഹോ ഹോ.
വൈഡ രാജ രാജ ശംദൽ കബല റിഗദ റിവന ഗഡഗ രഗധി അന്ധനെ. വാവ് വാവ് റഭ ഷാധ റഖമന. ഹല്ലേലൂയ. കാണണ്ടേ ദൈവത്തെ, കാണണ്ടേ ദൈവത്തെ. പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുക, ഒരു കാലഘട്ടത്ത് ആർക്കും കാണാൻ കഴിയാതിരുന്നത് ഈ കാലഘട്ടത്ത് യോഗ്യതയില്ലാത്ത എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം തുറക്കാൻ പോവുക. മറിയയുടെ മകനെന്നും തച്ചൻ കൊച്ചനെന്നും പേർ വിളിച്ച യേശു 33 കാൽവരി ക്രൂശിൽ യാഗമായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ ഉയർത്തെഴുന്നേറ്റത് തച്ചൻ കൊച്ചനായിട്ടല്ല, ഉയർത്തെഴുന്നേറ്റത് രാജാതി രാജാവായിട്ടാ. കാലങ്ങൾക്ക് ശേഷം പത്മോസിനകത്ത് യോഹന്നാൻ കയറി. പ്രതീക്ഷിച്ചത് മരണമാ. ഒരു കാലഘട്ടത്തിൽ ദൈവമായി മുകളിലേക്ക് കയറിയിരുന്ന സകലത്തെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പത്മോസിന്റെ അകത്ത് കണ്ട കാഴ്ച, എൻ്റെ അഭിഷിക്തനായ യോഹന്നാൻ പത്മോസിൽ കിടന്ന് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കർത്തൃദിവസത്തിൽ ആത്മവിവശത്തിലേക്ക് പോകുമ്പോൾ പത്മോസിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുവന് അവൻ പത്മോസിൽ ഇറങ്ങി വരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണ്, സൂര്യനേക്കാൾ ശോഭയുള്ള തേജസ്, ഹിമത്തേക്കാൾ വെളുത്ത തലമുടിയുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ ഇറങ്ങി വരികയാ. ആരുടെയൊക്കെ കൺമുൻപിൽ രാജാതി രാജാവ് ഇറങ്ങി വരുന്നു. നിന്റെ ആത്മക്കണ്ണ് തുറന്നാൽ നീ കാണും. നിന്റെ ആത്മദൃഷ്ടിയുടെ മുമ്പിൽ യേശുവിനെ കാണാൻ പോവുക, യേശുവിനെ കാണാൻ പോവുക, യേശുവിനെ കാണാൻ പോവുക. യെസ് യെസ്. ചില ഹൃദയങ്ങൾ ശുദ്ധിയാണെങ്കിൽ ഇന്ന് നീ ദൈവത്തെ കാണും. ഓ ഓ ഓ യെസ്, ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. ആ വെളിപ്പാടുകൾ വെളിപ്പെടട്ടെ. ചില കണ്ണുകൾക്കായി തുറക്കട്ടെ. വാവ്. റഖമാനാഷേ റഖമാനാഷേ റീമാനഹതുനിയ റീഗക്ഷമനഗഡഗസേ. യേശുവിന്റെ നാമത്തിൽ ജയ. വാവ്. എല്ലാവരും എഴുന്നേൽക്കാം, എല്ലാവരും എഴുന്നേൽക്കാം. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. നീ കർത്താവിനെ കാണുന്ന സമയം ഇതാ. നീ യേശുവിനെ കാണുന്ന സമയം. ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു, ആരുടെയൊക്കെയോ സംസാരിക്കുന്നു. നിന്റെ മുൻപിൽ അവൻ ഇറങ്ങി വരികയാണ്. പത്മോസിൽ ഇറങ്ങി വന്ന രൂപത്തിൽ നിന്റെ അടുക്കലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വരാൻ പോവുക. സാക്ഷാൽ ദൈവമായവൻ, സ്വർഗത്തിന്റെ പുത്രൻ. യെസ്, ഇന്ന് നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്നത്. ഓ, നീ തിരിച്ചറിയാൻ പോവുക. വിശ്വസിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഈ മൊമെന്റിൽ ഇതുവരെ പലർക്കും കാണാത്ത ചില കാഴ്ച ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഈ മൊമെന്റിൽ പലരും കാണാൻ കൊതിച്ചിട്ട് കഴിയാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് വരാൻ പോവുക. നീ കർത്താവിനെ കാണുന്ന സമയം, നീ യേശുവിന്റെ മഹത്വത്തെ കാണുന്ന സമയം, വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുന്നു, ആമേൻ. മാറത്ത് പൊൻകച്ച കെട്ടിയവന്റെ രൂപം നിന്റെ മുമ്പിൽ തെളിയാൻ പോവുക. വാവ്. റൽബ ശാന്തന റിഗല ഹദര ജലഗഡഗസി വൈശസ് ദ്രൗഡി ബിരിഗഡഗ അത്തിന രക്ഷസ്കമനഗഡഗ വൈഡം ജനാധര റീഗക്ഷമനഗഡഗസി. യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ ആ കൃപ ചലിക്കട്ടെ. യെസ്, എല്ലാ കണ്ണുകളും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. അപ്പാ, എനിക്ക് നിന്നെ കാണണം. ഒരു വാക്കെങ്കിലും യേശുവിനോട് പറ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പത്മോസിനകത്ത് യോഹന്നാൻ കണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഞാൻ കാണത്തില്ല? എന്റെ യേശുവേ, എനിക്കൊന്ന് കാണണം അങ്ങയുടെ മുഖം. രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവൻ ഇറങ്ങി വരുന്ന കർത്താവിന്റെ തേജസ്സുള്ള മുഖം നിന്റെ മുമ്പിൽ ഈ സമയം അത് വെളിപ്പെടും. ഈ സമയം വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഓ വെളിപ്പെടട്ടെ. ഓ
ഓ ഓ വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ മുഖം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഈ പകലിൽ ചലിക്കട്ടെ. വായിശസിയ ഇന്ന് പകല മഹത്വത്തിന്റെ സാന്നിധ്യത്തെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം തയ്യാറാ, ദൈവം തയ്യാറാ, ദൈവം തയ്യാറാ. നീ വെറുതെ പോകാനല്ല. ഹൃദയം ശുദ്ധമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ആത്മാവ് വന്നു പോകാനല്ല, നിന്റെ അകത്ത് വസിക്കാൻ. ഓ യെസ്, യെസ്. പ്രാവെന്ന പോലെ ചില ശരീരങ്ങൾക്കകത്തേക്ക് ഫയർ ഇറങ്ങട്ടെ.